Good morning from day 9. നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ 5:30 മണിക്ക്. ഇവിടെ എവറസ്റ്റ് ബേസ് ക്യാമ്പ്. ഒന്നും കാണൂല, എന്നാലും ബാക്കിലെല്ലാം ലൈറ്റെല്ലാം ഇട്ടിട്ട് ആൾക്കാരെ കാണും. ഒരു 5 മണിക്കൂറത്തെ ട്രക്കിംഗ് ഉണ്ട്. So we'll be reaching around 10:30 to Everest Beach Camp. ഇന്നലെ രാത്രി ഒരു പോള കണ്ടടിച്ചിട്ടില്ല, അമ്മാതിരി തണുപ്പായിരുന്നു. -13 ഷൂ ഇട്ടിട്ടായിരിക്കും കിടന്നുറങ്ങി, എന്നിട്ടും നടക്കുന്നില്ല. ഷൂസിൻ്റെ ഉള്ളിലെല്ലാം അടിച്ച് കയറുന്ന തണുപ്പ്. Oh my God. രാവിലെ തന്നെ എന്താ രസം, ഏതാ സ്കൈ, ക്ലിയർ സ്കൈ. ഇപ്പം പോകുന്നത് എവറസ്റ്റ് ബേസ് ക്യാമ്പ്. ഏകദേശം നമ്മുടെ റൂമിൽ നിന്ന് 5 മണിക്കൂറാണ്. ഓക്കെ, വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കിയതാണ്. ഐസാണോ നിങ്ങൾ? ഐസ്. ഇതാണ് അവസ്ഥ, ഐസാണ്. നമ്മളങ്ങനെ വന്നേ. ഈ മലകൾ കയറണം. എൻ്റെ അമ്മ ശ്വാസം കിട്ടുന്നില്ലേ. നമ്മളൊന്ന് എയർപോർട്ടിൽ നിന്നുണ്ട് അവന് ഒറ്റയ്ക്ക് കീഴടക്കുന്നത് 3 പാസ്. അവൻ ഈ ബീച്ചും കഴിഞ്ഞിട്ടാണ് വരുന്നത്. നമ്മൾ ഈ ബീച്ചിലേക്ക് പോകുന്നു. കഴിയുന്നില്ല കേട്ടോ, എൻ്റെ അമ്മ ശ്വാസമൊന്നും കിട്ടുന്നില്ല, സൗണ്ടൊന്നും പുറത്തും വരുന്നില്ല, തീരെ ഓക്സിജൻ ഇല്ല, നല്ല തണുപ്പോ. നമ്മൾ ലാസ്റ്റ് സിറ്റി എത്തി, ലാസ്റ്റ് വില്ലേജ് ഗോരക്ഷേപ്പ്. ഇനി ഈ ബീച്ചിലേക്ക് വിടുന്നൊരു 2 മണിക്കൂർ ട്രക്കിങ്. നമ്മൾ പോകുന്നത് 5364 മീറ്റർ മുകളിലേക്കാണ്. ഇത് 5150 മീറ്ററാണ്. ഇത് ഗോരക്ഷേപ്പ് 5180 മീറ്റർ. നമ്മൾ പോകുന്നത് 5364, which is Everest Base Camp. ബീച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആണ് ഈ ബീച്ചിലേക്കുള്ള റൂട്ട്. ഏകദേശം ഒരു 1.5-1.25 മണിക്കൂർ. അങ്ങ് എവിടെയാണ് എവറസ്റ്റ്. എത്താൻ വേണ്ടി പോകുന്നതാണ് ഏതാനും നിമിഷങ്ങൾക്കകം. ശ്വാസം തീരെ കിട്ടുന്നില്ല കേട്ടോ. പാറക്കല്ലെല്ലാം ചാടിക്കടന്നാ വന്ന്. തമുന്നുണ്ട്. ഇതാണ് റൂട്ട്.
എവറസ്റ്റിലേക്കുള്ള एवरेस्ट എവറസ്റ്റ് हाँ बीच में थोड़ा सा दिख ആ रहा है അതാവല്ലോ എവറസ്റ്റ് കണ്ടുപിടില്ലേ സെൻറ്ററിലുള്ള എവറസ്റ്റ് നമ്മൾ പങ്ക് പോകണം. ഇതാണ് എവറസ്റ്റിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ. കറി വീഴുന്നുണ്ട് ബാക്കിന് ബാക്കിന്. നമ്മൾ വന്ന ലക്ഷ്യം എത്താൻ വേണ്ടി പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾ മാത്രം. ഓക്സിജൻ തീരില്ല കേട്ടോ, ഭയങ്കര കിതപ്പ സംഭവം. അങ്ങാണ്ട് ആൾക്കാർ അടുത്തേക്ക് എത്തണം. Guys, this is Everest Base Camp. Finally നമ്മൾ ഇവിടെ എത്തി. Feeling so proud. ഒരു തലവേദന പോലും ഇല്ലാണ്ട് ഇവിടെ എത്തി. ആ കല്ല് കാണുന്നുണ്ടോ? എവറസ്റ്റ് ബേസ് ക്യാമ്പ്. അതാണ് സാധനം. പെട്ടെന്ന് വരെ പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറം പോകണമെങ്കിൽ സബ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ എവറസ്റ്റിൻ്റെ മേലേക്ക് ഇരുന്ന ആൾക്കാർ. We made it! You made it! Congratulations! Congratulations! Hi! Alright. ആരുമില്ല. Finally guys, welcome to Everest Base Camp, 5364 meters. What a moment. Proud moment. Proud moment. Free Palestine. Remember we were sitting at Namcheng? Then there was this other Singaporean dude who Uh-huh. shit. Yes, exactly. Very small tip. So good that we have this whole place to ourselves. അതാണ് എവറസ്റ്റ് Which one? ബേസ് ക്യാമ്പ് വീഡിയോ. Quiet, right? ഒരു ബന്ധമില്ല. Wow, you're a photographer. Helen. എത്ര കയറി ആൾക്കാരുണ്ട് ഇവിടെ. ഇതിനാണ് 2 ആഴ്ച നടത്തം. ഇനി എപ്പോഴെങ്കിലും കാണുമെന്നുള്ള പ്രതീക്ഷ. കാണാൻ ചാൻസ് ഇല്ല. ഇൻഷാ അല്ലാ ഇനി എവറസ്റ്റ് കീഴടക്കുന്ന സമയത്ത് കാണാം. അത് അതിൻ്റെ മേലേക്ക് ഇരുന്നില്ല. ഇവിടെ നിൽക്കൽ എത്ര സിമ്പിളല്ല കേട്ടോ. ലോ ഓക്സിജൻ ആണ്. Guys, December 1st, day to remember in our life. Yes. December 1st. എന്താ പറയാ, ഇതാണ് നമ്മളെ ഗൈഡ് രോഹിത് ഭായ്. ഒരു പ്രാവശ്യം എന്തായാലും ചെയ്യാം ലൈഫിൽ. അത് വിന്ററിൽ ചെയ്യരുത്. സെപ്റ്റംബർ ഒക്ടോബറിലെല്ലാം ചെയ്തോ. നവംബർ ആവരുത്. നവംബറിന് മുമ്പേ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അതിലാണ് അടിപൊളി സമയം. ഇതെന്ന് വെച്ചിങ്ങനെ മരണത്തണുപ്പിൻ്റെ സമയമാണ്. എൻ്റെ അമ്മോ, തണുപ്പും ഓക്സിജൻ ഇല്ലായ്മയും മൂക്കുന്നല്ല ഒലിക്കല. ശ്വാസം കിട്ടുന്നില്ല. എൻ്റെ അമ്മോ, എത്രയും പെട്ടെന്ന് പുറക്കെത്തിയാൽ മതി എന്നാണ്. അവസാനമായിട്ടൊന്നും കൂടിയോ, അതാണ് സ്ഥലം. ഒരു സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ ഓക്സിജൻ ലെവൽ വളരെ കുറവാണ്. ശ്വാസം കിട്ടുന്നില്ല. 2-3 മണിക്കൂറായി നല്ല സിറ്റാണ്. കുറച്ച് താഴത്തേക്ക് എത്തും നമ്മൾ. ഇപ്പോൾ ഉള്ളത് 5364 മീറ്ററാണ്.
അതായത് ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഏകദേശം 4000 മീറ്റർ ആക്കിയേരി വന്ന് ബോഡി പൊരുത്തപ്പെടാൻ കുറച്ചൊന്ന് ടൈം എടുക്കും. വേറെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിക്കില്ല, തലവേദനയില്ല, ഒന്നുമില്ല. വെള്ളം കണ്ടോ, ഇപ്പം ഐസ് തന്നെയാണ്. Wow. മെയിൻ കല്ലാണ്. കല്ല് കാണാൻ വേണ്ടി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പിന്നെയും ആൾക്കാരുണ്ട്. ഒരുപാട് പണിയിലാണ്. വ്യൂ ആണ്. സ്കൈയെല്ലാം ഫുള്ള് ക്ലിയർ ആണ്. ആ Hey, Uno. Uno. How are you? All the best. Enjoy. ഗോരക്ഷപ്പ് എന്ന് കണ്ടോ കേരള റൈഡേഴ്സ്. ഡൊറക് ഷേപ്പിലാണ് ശരിക്കും താമസിക്കേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് പിറ്റേ ദിവസം രാവിലെ, അതായത് നാളെ രാവിലെ കാലാപത്തർ എന്ന് പറഞ്ഞുള്ള സ്ഥലമുണ്ട്. കാലാപത്തറിലേക്ക് പോയാൽ മറ്റേ രാവിലെ പുലർച്ചെ 3 മണിക്ക് പോയാൽ എവറസ്റ്റിൻ്റെ നല്ല വ്യൂ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ അവിടുത്തെ ക്ലൈമറ്റ് അൺസഹനീയമായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വിട്ട് നമ്മൾ ഇന്നലെ താമസിച്ച അടുത്തേക്ക് തന്നെ പോകുന്നു. ആദ്യം നല്ല ക്ലൈമറ്റാണ്, -15 എന്നാലും നോക്കാം എന്താ അവസ്ഥ. ഇപ്പോൾ ഗോരക്ഷപ്പിൽ -20 ടെമ്പറേച്ചർ. ഇന്നലെ രാത്രി തന്നെ എൻ്റെ അമ്മോ ഇങ്ങനെ രാവിലെ ആകാൻ വേണ്ടി കളിച്ചതെന്നറിയില്ല. അതോടുകൂടി തീരുമാനിച്ചതാണ് ഇനി മേലോട്ടേക്കുള്ള സ്ഥലത്ത് താമസമില്ല, താഴോട്ടേക്ക്. ചിലപ്പോൾ ലൊബൂച്ചേന്ന് പെറിച്ചയിലേക്ക് പോകും, ലൊബൂച്ചിൻ്റെ താഴേക്ക് പോകും. പിന്നെ കുറേ ഒരു 12 മണിക്കൂർ ട്രക്കിങ്ങാണ്. ഇതാണ് സ്ഥലം, ഇങ്ങനെയാണ് ട്രക്കിങ്. ഇങ്ങനത്തെയുണ്ട്, നല്ല സ്ഥലങ്ങളുണ്ട്. എല്ലാം കഴിഞ്ഞ് കലാശക്കുത്താണ്. സ്ഥലങ്ങളുണ്ടോ എങ്ങനെയല്ല നടക്കുന്നതെന്നുള്ളത്. പിന്നെ ദയവ് ചെയ്തിട്ട് നവംബറിൽ ഡിസംബറിലൊന്നും വരണ്ടേ. നവംബറിൻ്റെ മുമ്പായിട്ട് സെപ്റ്റംബർ ഒക്ടോബറിലെല്ലാം വന്നു അടിപൊളിയായിരിക്കും. പിന്നെ അഡ്വഞ്ചറസ് ആണെങ്കിൽ നവംബറിലെല്ലാം വരാം. ഫുൾ സെറ്റ് ഗിയറിലായിട്ട് കയറണം. 2 ഗ്ലൗസ്, സോക്സ്, 3-4 സോക്സ്. -10 തന്നെ, -10 സാധനം വെച്ച് വാങ്ങിച്ചാൽ മതി. പാൻറ്, ജാക്കറ്റ്, ഗ്ലൗസ്, സോക്സ്. ഇതാണ് ആ സ്ഥലം. രാവിലെ ടോർച്ചും കത്തിച്ച് പോയത്. ഇനി അങ്ങോട്ട് സുഖം, താഴോട്ടേക്ക് ഇറങ്ങിയല്ലേ, ഒരു പ്രശ്നമില്ല.
ചെറിയ ചെറിയ കയറ്റുണ്ടാവും. ഇത്ര കാലം കയറ്റല്ലേ. രണ്ട് ദിവസം കൂടിയേ കാണാൻ കഴിയുള്ളൂ ഈ കാഴ്ചകളെല്ലാം. അത് കഴിഞ്ഞ് നമ്മൾ കാത്മണ്ഡിലേക്ക് പോകുന്നു. ഇത് നമ്മൾ ഇന്നലെ നിന്ന ഹോട്ടല്. അവിടുന്ന് ലഗേജെല്ലാം എടുത്ത് സൂപ്പ് അടിച്ച് വീട്ടിൽ പോകുന്ന ബാക്കോട്ടേക്ക്. ഇതിപ്പോൾ ഉള്ളത് 4910 മീറ്റർ ഹൈറ്റ് ആൾട്ടിറ്റ്യൂഡ്. ഇത് അടുത്ത പോകുന്നത് 4400 അതായത് ഏകദേശം ഒരു 500 മീറ്റർ താഴെ. ഇവിടെ -15 രാവിലെ ഹ്യൂമിഡിറ്റി. ഇത് എന്താ പറയുക, ടെമ്പറേച്ചർ. മോനെ ഇന്നല്ല ഒരു തുള്ളി കണ്ണൂടിയില്ല. രക്ഷപ്പെടട്ടെ. ഇപ്പോൾ ഇന്നലെ വന്ന സ്ഥലത്തൂട്ടിയാണ് പോകുന്നത്. ഇന്നലെ മറ്റേ തിരിച്ച ആൾക്കാരില്ലേ, അങ്ങോട്ടേക്ക് തന്നെ പോകുന്നു. 4300 സംതിങ് ആണ് ഇന്നത്തെ ഹോട്ടലിൻ്റെ മീറ്റർ ആൾട്ടിറ്റ്യൂഡ്. സ്ഥലം ഖബർസ്ഥാനം പോലത്തെ സ്ഥലം. ഇതില്ലാത്തൊരു സ്ഥലം കേട്ടോ. ഈ സ്ഥലം മനസ്സിലായിനാ? ഈ സ്ഥലമാണ് ഇന്നലെ നമ്മളെ 3 കിലോമീറ്റർ 3 മണിക്കൂർ. അതിപ്പോൾ 15 മിനിറ്റ് കൊണ്ട് തിരിച്ചു വന്നു. തിരിച്ചിറങ്ങുന്നവരുള്ള സുഖം അത്. ഷട്ടപ്പട എന്നിട്ടങ്ങ് ഇറങ്ങാം. മേലോട്ടേക്ക് കയറുന്നവരെ കതിച്ച് ഹാർട്ടെല്ലാം പൊട്ടുന്ന പോലെ ഉണ്ടായിരുന്നു. ഇതാണ് സിമ്പിൾ. അരമണിക്കൂറെല്ലാം കൂടുതൽ ബ്രേക്ക് എടുത്താൽ മതി, അല്ലെങ്കിൽ 20 മിനിറ്റ്. മറ്റേത് അതല്ല, മറ്റേത് ഒരു 5 മിനിറ്റ് കൂടുതൽ ബ്രേക്ക് എടുക്കേണ്ടി വരും. എന്തെന്നാ വ്യൂല്ലേ. അങ്ങാ മലയില്ലേ, ആടുന്ന് ഇറങ്ങി വരുന്നേ. ഇറങ്ങി പോക്കാണ്. പിന്നെ പാറിൻ്റെ മേലിലോട്ടല്ല കയറി വരണ്ട. നാളെ മുതൽ ഫുള്ള് വെള്ളത്തിൽ ഒച്ച തന്നെ ആയിരിക്കുമല്ലോ. പൊളി. ഫെറീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മിഷൻ ഫെറീച്ചെ 4300 സംതിങ് മീറ്ററാണ്. അങ്ങ് കാണുന്നതാണ് ഫെറീച്ചെ. സെക്കൻഡ് വൺ, യെസ്, ദാറ്റ് ഈസ് ഫെറീച്ചെ. ഇനി ഏകദേശം ഒരു മണിക്കൂറോളം നടത്തുന്നുണ്ട്. രാത്രിയാനായി. വ്യൂ ഒന്നും രക്ഷയില്ല. ഏകദേശം അരമണിക്കൂറായി നടക്കുന്നു. ദീർഘത്തേക്കില്ല കാണുന്നുണ്ട്, അതൊരു സമാധാനമുണ്ട്.
360 mountains ആണ്. This is called Nepal. Beauty of Nepal. Welcome to Periche. Panorama Lodge Restaurant Bakery Coffee Shop Periche 4270 meter. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ടി വിയിലുണ്ട്. ആദ്യമായിട്ടാണ് ടി വിയിൽ ഹോട്ടലിൽ നിൽക്കുന്നത്. നൈസ്. എപ്പോഴും പോലെ 5 മണിക്ക് ശേഷം ചൂടുകായൽ. സോറി. ടോയ്ലറ്റ് ഉണ്ട്, ഷവറുണ്ട്. കുഴപ്പമില്ല. ഓ എന്താ അവസ്ഥ. 102, 101, 103, 104, 105, 6, 7, 8. Okay, attached bathroom, mashallah. 2+1 ആണ്. എല്ലാം കോരി വയ്ക്കലപ്പാ.